ുകൊണ്ട് മഹാന്മാരുമായി ഒരു ബന്ധം വെക്കുന്നതുകൊണ്ട് മഹാന്മാരുമായി എന്നും സുഹബത്ത് വെക്കുന്നതുകൊണ്ട് അതിന് വലിയ മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ നമ്മളൊക്കെ അനുസ്മരിച്ചില്ലേ? ഔലിയാക്കളിൽ വെച്ച് ഖുതുബുൽ അഖ്താബാണ്. മഹാനവറുകൾ എത്ര ആളുകൾക്ക് ഹിദായത്തിന്റെ വഴി കൊടുത്തു. ആ മഹാന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു കള്ളൻ വന്നു. ആ കള്ളം വന്നു കക്കാൻ വേണ്ടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. അല്പം കഴിഞ്ഞ മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോവുകയാണ്. അപ്പോഴാണ് ശൈഖ് ജീലാനി ചോദിക്കുന്നത്, വല്ലതും കിട്ടിയോ? എൻ്റെ വീട്ടിൽ കയറി വല്ലതും നിനക്ക് കിട്ടിയോ? ആ മനുഷ്യൻ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. ശൈഖ് ജീലാനി പറഞ്ഞു, വളരെ മോശമായി പോയി, എൻ്റെ വീട്ടിൽ കയറിയിട്ട് ഒന്നും കിട്ടിയില്ലേ? എന്നാൽ നീ 2 ബക്കറ്റ് വെള്ളം കോരിയെടുക്കണം. ഈ മനുഷ്യൻ വെള്ളം കോരിയെടുത്തു. എന്നതിന് ശേഷം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു ദിക്ർ ആ മനുഷ്യന് ചൊല്ലിക്കൊടുക്കുകയാണ്. അത് ചൊല്ലിക്കൊടുക്കലോടുകൂടി ആ മനുഷ്യന്റെ മനസ്സ് പൂർണ്ണമായി മാറുകയാണ്. അള്ളാഹുവിൻ്റെ ചിന്തയിലേക്ക് മാറുകയും വിലായത്തിന്റെ പദവിയിലേക്ക് എത്തുകയും ചെയ്തു. അത് മഹാന്മാരുമായിട്ടുള്ള ബന്ധമാണ്, മഹാന്മാരുമായുള്ള സുഹബത്താണ്. അതിലൂടെ അള്ളാഹു നൽകുന്ന വലിയ നേട്ടങ്ങളാണ്. രോഗം ശമനപ്പെടുന്നത് ഔലിയാക്കളിലൂടെ എത്ര ആളുകളുണ്ട്. വീടില്ലാത്തവർക്ക് വീട് ലഭിച്ചത്, മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ ലഭിച്ചത്, അതുപോലെ തന്നെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾക്ക് വലിയ പരിഹാരവും വലിയ സമാധാനവും ലഭിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ മുഖേനയാണ്. നമ്മളിൽ പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ മഹാന്റെ ചാരത്തേക്ക് ഏത് ഉദ്ദേശം വെച്ച് നേർച്ചയാക്കിയാലും ആ ഉദ്ദേശം ഈ സഫലമാകുന്നുണ്ട് എന്ന് മഹാനവറുകളുടെ ജീവിത ചരിത്രത്തിൽ പറയുന്നത് കാണാം.